സേനയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. കോട്ടയം രാജാസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി രജനി അതിയടത്ത് ചെയർമാനും പിണറായി പോലീസ് SHO ശ്രീ MV വിഷ്ണുപ്രസാദ് കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ E പ്രവീത്, ശ്രീമതി K സിതാര, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ റിട്ടയർഡ് SI ശ്രീ വിനോദൻ, V ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജെൻസൺ CR ചെയർമാനും തലശ്ശേരി പോലീസ് SHO ശ്രീ ബിജു ആന്റണി കൺവീനറുമായ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ശ്രീ സുധീഷ് കുമാർ VV, ശ്രീമതി നിഷ മൈക്കൽ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മിഥുൻ ലാൽ K, പ്രജിഷ V എന്നിവ വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്നിവിടെ നടക്കുന്നത്. വർണ്ണശബളമായ പാസിംഗ് ഔട്ട് പരേഡിന് അകമ്പടി താളമൊരുക്കുന്നത് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായ ശ്രീ രാധാകൃഷ്ണൻ അവർകൾ പരിശീലനം നൽകിയ കുമാരി ദേവസൂര്യ PK നേതൃത്വം നൽകുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ പ്രഥമ ബാൻഡ് ടീമാണ്. ഈ സമയം പരേഡിന്റെ പരിപൂർണ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡ് മാസ്റ്റർ അബ്ദുള്ള VK പരേഡ് കമാൻഡറെ ഏൽപ്പിക്കുന്നു. പരേഡിന്റെ പരിപൂർണ ചുമതല പരേഡ് കമാൻഡർ കുമാരി P ഗിരിനന്ദ സെക്കൻഡ് ഇൻ കമാൻഡിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ നാളെയുടെ നായകരെ കണ്ടെത്തുവാൻ വേണ്ടി 2010 അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന യശശരീരനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി. ശ്രീ MV വിഷ്ണുപ്രസാദ് അവർകൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പതാക ഉയർത്തുന്നതും പരേഡിൽ അണിനിരന്ന കേഡറ്റുകൾ അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നത് ആദരണീയയായ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി V ഗീത അവർകളാണ്. സ്നേഹാദരങ്ങളോടെ ശ്രീമതി V ഗീത അവർകളെ ഡയസിലെത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീമതി രജനി അതിയടത്തിനെ ക്ഷണിക്കുന്നു.
പാതിരിയാട്, തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ യൂണിറ്റുകളിലെ സീനിയർ കേഡറ്റുകളാണ് ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നിരിക്കുന്നത്. ഇന്നത്തെ പരേഡിന്റെ വിശിഷ്ടാതിഥി ശ്രീ ഷെഹൻഷാ KS IPS, ബഹുമാനപ്പെട്ട തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അവർകളാണ്. തലശ്ശേരി പോലീസിന് മാതൃകാപരമായി നേതൃത്വം നൽകി വരുന്ന അദ്ദേഹം മുൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണറും പ്രൊഫഷണൽ കായിക താരവുമാണ്. ബഹുമാനപ്പെട്ട തലശ്ശേരി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അവർകൾ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡയസിലേക്ക് എത്തിച്ചേരുന്നു. പൂർത്തിയാക്കിയ പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിന്റെ ഈ മൈതാനത്ത് അണിനിരുന്ന 162 കേഡറ്റുകൾ നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിന് ജനറൽ സല്യൂട്ട് അഭിവാദ്യം സമർപ്പിച്ചു. ആദരണീയനായ നമ്മുടെ വിശിഷ്ടാതിഥിയെ പരേഡ് കമാൻഡർ പരേഡ് പരിശോധിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഈ പരേഡിന്റെ ഭാഗമായി ദേശീയ പതാക, SPC പതാക എന്നിവ വഹിക്കുന്നത് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളായ റിഗ രാജീവ്, ദേവന ശിവനന്ദ എന്നീ കേഡറ്റുകളാണ്. ഭാരതത്തിന്റെ ദേശീയ പതാകയെ പരേഡ് ഗ്രൗണ്ടിലേക്ക് ആനയിക്കുന്ന ചടങ്ങിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഈ മൈതാന മധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ട ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് പരേഡ് അഭിവാദ്യം അർപ്പിക്കുന്നു. ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരേഡ് കമാൻഡർ ഫ്ലാഗ് ബെയറേഴ്സിനെ മാർച്ച് ഓഫ് ചെയ്യിക്കുന്നു.
4 സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 8 പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരന്നിരിക്കുന്നത്. വർണ്ണശബളമായ ഈ പാസിംഗ് ഔട്ട് പരേഡ് നയിക്കുന്നത് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി ഗിരിനന്ദയാണ്. ഈ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയി പ്രവർത്തിക്കുന്നത് മാസ്റ്റർ അബ്ദുള്ള വിക്കെയാണ്. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരാട് സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി സന്മയ നയിക്കുന്ന 1-ാം നമ്പർ പ്ലറ്റൂൺ, കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരാട് സ്കൂളിലെ മാസ്റ്റർ അൻഷിത് നയിക്കുന്ന 2-ാം നമ്പർ പ്ലറ്റൂൺ, തലശ്ശേരി സെക്കൻഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി സനിക സുജിത് നയിക്കുന്ന 3-ാം നമ്പർ പ്ലറ്റൂൺ, തലശ്ശേരി സെക്കൻഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി ദേവാംഗന എസ് നമ്പ്യാർ നയിക്കുന്ന 4-ാം നമ്പർ പ്ലറ്റൂൺ, ഇന്നത്തെ പരേഡിന് അകമ്പടി താളം നൽകിക്കൊണ്ടിരിക്കുന്ന കുമാരി ദേവസൂര്യ പി കെ നയിക്കുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ബാൻഡ് ടീം, മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ മാസ്റ്റർ അവനീന്ദ്രു വിജേഷ് നയിക്കുന്ന 5-ാം നമ്പർ പ്ലറ്റൂൺ, പരേഡ് കമാൻഡറും സെക്കൻഡ് ഇൻ കമാൻഡും ഇപ്പോൾ ആദരണീയായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് മാർച്ച് ചെയ്യുന്നു. കോട്ടയം രാജാസ് ഹൈസ്കൂൾ പാതിരിയാട് സീനിയർ കേഡറ്റായ കുമാരി സന്മയ നയിക്കുന്ന 1-ാമത്തെ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ അൻഷിത് നയിക്കുന്ന കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ പ്ലറ്റൂൺ 2-ാമതായി വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് 1-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെക്കൻഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി ദേവാംഗന എസ് നമ്പ്യാർ നയിക്കുന്ന 4-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരേഡിന് അകമ്പടി താളം നൽകിക്കൊണ്ടിരിക്കുന്ന കുമാരി ദേവസൂര്യ പി കെ നയിക്കുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റായ കുമാരി അലോന വിനീഷ് നയിക്കുന്ന 6-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ മാസ്റ്റർ അദ്നാൻ നയിക്കുന്ന 7-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ കേഡറ്റായ കുമാരി കീർത്തന എം നയിക്കുന്ന 8-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചലനങ്ങൾ സംഗീതമാകുന്നു, മനസ്സുകൾ പ്രസന്നമാകുന്നു. ഇവർ ഈ നാടിന്റെ അഭിമാനം. നമ്മൾ തളരുമ്പോൾ കൈത്താങ്ങാകാൻ, ജനതയുടെ മനസ്സിനൊപ്പം നിൽക്കാൻ, പൗരബോധവും രാഷ്ട്രബോധവും ഉൾക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ കേഡറ്റുകൾ നടന്നെടുക്കുന്നു ജനഹൃദയങ്ങളിലേക്ക്. നാടിന്റെ അഭിമാന താരങ്ങൾ സത്യസന്ധതയുടെയും സാഹോദര്യത്തിന്റെ പ്രതീകങ്ങളായി പരിശീലനത്തിന്റെ കഠിനമായ വഴികളിലൂടെ ഇവർ സ്വായത്തമാക്കിയ കരുത്തും ആത്മവിശ്വാസവും വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ
സംസാരിക്കുവാൻ ബഹുമാന്യനായ വിശിഷ്ടാതിഥി KS ഷെഹൻഷാ IPS, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് തലശ്ശേരി അവരുകളെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സെന്റ് ജോസഫ് HSS തലശ്ശേരി, സീക്രട്ട് ഗേൾസ് HSS തലശ്ശേരി, ഇവർക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഒറ്റ വാക്കിൽ പരേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി. ഇന്നത്തെ ബാൻഡ് അവരുടെ ബീറ്റ്, റിതം, അവരുടെ ടൈമിങ്സ് ഞങ്ങളുടെ പോലീസ് അക്കാദമിയിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്തതിനേക്കാളും നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്പെഷ്യലി ഗേൾസ് ബാൻഡിനെ കുറിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. സോ ദ റിതം, ആ പരേഡ് പോകുമ്പോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത റിതം, ഇറ്റ് വാസ് വെരി പ്രോപ്പർ. ആ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് വർഷങ്ങളോളം ട്രെയിനിങ് നടത്തി വരുന്ന ഒരു ടീമിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളെ ട്രെയിൻ ചെയ്ത SPC ട്രെയിനേഴ്സിനെയും അതുപോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന മറ്റു ആൾക്കാരെയും ഞാനിതിൽ ആശംസിക്കുകയാണ്. ദാറ്റ് വാസ് വെരി ഗുഡ്. അതുപോലെ തന്നെ റിവ്യൂ ഓർഡർ മാർച്ചിലേക്ക് വരുന്ന റിതവും അതിന്റെ റിതം മെയിൻറ്റെയിൻ ചെയ്തും അതിന്റെ ഒരു ട്യൂണിന്റെ മെയിൻ്റെനൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതും ഇറ്റ്സ് എ ബിഗ് ഡീൽ. സോ ഇതിന്റെ ബാൻഡ് കമാൻഡറിനും ബാൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ ഇന്ന് നിങ്ങളെല്ലാവരും ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ട്രെയിനീസ് എന്ന പദവിയിൽ നിന്ന് കഴിഞ്ഞ് ഒരു കേഡറ്റ്സായി മാറുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ സ്കൂളുകളിൽ അംബാസഡേഴ്സ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആണ്. ഒരു സ്കൂൾ അത് പ്രവർത്തിക്കുന്ന രീതിയിൽ, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ, അതിൻ്റെ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുന്ന രീതിയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് SPC ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നാളെ ട്രെയിനീസ് ആയി മാറി കേഡറ്റ്സ് ആയിട്ട് മാറുമ്പോൾ ഇറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ്. ഒരുപാട് ചെറിയ ചെറിയ മാറ്റേഴ്സ് ആണ് നമുക്ക് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ സ്കൂളിലും അതിൻ്റെ പ്രദേശങ്ങളിലും ശരിയായിട്ടുള്ളത് SPC കേഡറ്റ്സിൻ്റെ പ്രോപ്പറായിട്ട് ഇൻ്റർവെൻഷൻ കൊണ്ട് ആണ്. കുറച്ച് ഇൻസിഡൻസ് ഞാൻ പറയാം. ഐ ആം നോട്ട് നെയിമിങ് ഏത് സ്കൂളാണെന്നോ വ്യക്തികളാണെന്നോ ഞാൻ നെയിം ചെയ്യുന്നില്ല. അവരുടെ യൂണിഫോം ഇട്ട് ഒരു 1 വീക്ക് അവിടെ നിന്നു. സോ ഇറ്റ് വാസ് ഓവർ. രണ്ടാമത്തേത്, ഒരു സ്കൂളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. സോ വി ഹാഡ് കണ്ടക്ടഡ് ഡ്രൈവ്. ഞങ്ങളുടെ ഡ്രൈവ് കണ്ടക്ട് ചെയ്തായിരുന്നു. അതിന്റെ ഭാഗത്തു നിന്നും വി യൂസ് ടു കോൺടാക്ട് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിൽ അവിടുത്തെ കോർഡിനേറ്റിംഗ് ഓഫീസേഴ്സ് അവിടുത്തെ സ്റ്റുഡൻസിനെ കോർഡിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റുഡന്റ് ഈ സ്കൂളുകളിൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു പ്രത്യേക തരം ഒരു സാധനം കൂൾ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഒരു ചെറിയൊരു ബബിൾഗം പോലെ ഇരിക്കും. സോ ദാറ്റ് ഈസ് വെരി പോപ്പുലർ അമംഗ് ദ സ്റ്റുഡൻസ്. ആ സാധനം സ്കൂളിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. വി വർ ഏബിൾ ടു ക്യാച്ച് ദ പേഴ്സൺ. ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികളുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, കുട്ടികളുണ്ടാവുന്ന ചെറിയ ചെറിയ ഡെലിക്വൻസീസ്, അതുപോലെ തന്നെ റാഗിംഗ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ മുമ്പ് റിപ്പോർട്ടായിട്ടുണ്ട്. ഇതിനെല്ലാം സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ ഒരു റോള് വാസ് ഡിഫറെന്റ്. സ്കൂളിന് പുറത്ത് ഞങ്ങളും സ്കൂളിന് പുറത്ത് നിങ്ങളുമാണുള്ളത്. സോ വി ആർ ഒരു സെക്യൂരിറ്റി ഫാമിലി പോലെ, പോലീസ് ഫാമിലി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ നാളെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒപ്പം എടുത്തിട്ടാണ് പോകുന്നത്. ആ റെസ്പോൺസിബിലിറ്റീസിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ച് SPC റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് വർക്ക്സ് ഐ ജസ്റ്റ് നീഡ് ടു സേ. എക്സ്പെഷ്യലി ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഇലക്ഷനിൽ പോലീസ് ഓഫീസേഴ്സ് ഒരുപാട് പണിയെടുക്കുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ്. എല്ലാ പോളിംഗ് ബൂത്തിലും സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് വർ ഫ്രം SPC, NCC അങ്ങനെ കേഡറ്റ്സ് ഉണ്ടായിരുന്നു. സോ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഏറ്റവും മുൻഗണനയുള്ള ഒരു സംവിധാനം ഇലക്ഷൻ പ്രോസസ്സിൽ പോലീസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഇലക്ഷൻ പ്രോസസ് കണ്ണൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഇലക്ഷനിൽ ഒരു വലിയ ചുക്കാൻ പിടിച്ചത് SPC കേഡറ്റ്സ് തന്നെയാണ്. ഇവിടെ നിന്ന് +2 കഴിഞ്ഞ് പോയിട്ടുള്ള SPC ആയിട്ടുള്ള കേഡറ്റ്സിനെയാണ് ഞങ്ങൾ എടുത്തത്. സോ ഐ വാണ്ട് ടു കൺഗ്രാജുലേറ്റ് ദം. നിങ്ങളും ഭാവിയിൽ ഞങ്ങളെ ഈ ആക്ടിവിറ്റിയിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പിണറായി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഒരു ഒപ്പം എന്നുള്ളൊരു ദിനമേത്ര പ്രോഗ്രാം തുടങ്ങുകയുണ്ടായി. ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകൾക്കുള്ള ഒരു കൂട്ടായ്മയായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ചിന്തിക്കുമ്പോൾ ഇതിലെ ആൾക്കാരെ കൂട്ടാനും സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള വിമൻസിനും എല്ലാവർക്കും സഹായം ചെയ്തിരുന്നത് പിണറായി സ്റ്റേഷൻ ലിമിറ്റുള്ള SPC കേഡറ്റ്സ് ആണ്. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിനും പോലീസ് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് SPC കേഡറ്റ്സ് ആണ്. സോ ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് SPC കേഡറ്റ്സ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലുള്ളത്. തുടർന്നും എല്ലാ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസും പോലീസ് ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് SPC പ്രോഗ്രാംസ് ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രിൻസിപ്പൽസ്, ഹെഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ അവർക്ക് സംസാരിച്ച് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ SPC പ്രോഗ്രാമിൽ നിന്നും കുട്ടികൾ വരുന്നത് കൂടി അവർക്ക് ഉണ്ടാവുന്ന ക്യാരക്ടർ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, അക്കാദമിക്സിലുള്ള ഇൻട്രസ്റ്റ് കൂടുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ഇറ്റ്സ് വെരി മച്ച് എൻകറേജിങ്. ലാസ്റ്റ് ടൈമില് ഒരു പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, പ്രിൻസിപ്പൽ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ദോസ് പീപ്പിൾ ഹു ആർ പാർട്ട് ഓഫ് SPC അല്ലാതെ നോർമൽ സ്റ്റുഡൻസ്, അതൊന്നും നോക്കുമ്പോൾ SPC സ്റ്റുഡൻസിന്റെ ഏവറേജ് മാർക്സ്
അവരുടെ അതുപോലെ സ്കൂൾ അറ്റൻഡൻസ് റേറ്റ്സ്, അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, ഇതെല്ലാം മറ്റുള്ള സ്റ്റുഡൻസിനേക്കാളും കൂടുതലായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രോഗ്രാമിൽ മക്കളെല്ലാവരും ചേരുന്നത് കൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബെനിഫിറ്റ് യു ലോട്ട്. പ്രത്യേകിച്ചിട്ട് നല്ല ഡിസിപ്ലിൻ, എംപതി, ലീഡർഷിപ്പ് എന്നിവയുള്ള പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സേക്രഡ് സ്കൂൾസിൽ ഞാൻ ആനുവൽ പ്രോഗ്രാം പോയപ്പോൾ അവിടെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്, ബെഞ്ച് പിടിച്ചിട്ടുണ്ട്, പ്രോഗ്രാംസ് എല്ലാം നോക്കുന്നത്, ജനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് കസാര ഇടുന്നത് എല്ലാം ഒരു 6-7 പേരുള്ള SPC കേഡറ്റ്സ്. ആദ്യ സ്കൂളിൽ പോയപ്പോൾ അവിടെ പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്ത SPC സ്റ്റുഡൻസ് ആണ്. കണ്ണൂരിലെ മാരത്തോൺ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ അവിടെ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് നൈറ്റിലെ SPC കേഡറ്റ്സ്. ഇലക്ഷന് പോയപ്പോൾ അവിടെ SPC കേഡറ്റ്സ്. ബീച്ച് സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടെ SPC കേഡറ്റ്സ്. എൻവയോൺമെന്റ് പ്രോഗ്രാം നടത്തുമ്പോൾ SPC കേഡറ്റ്സ്. സ്കൂളുകളിൽ SPC കേഡറ്റ്സ്. നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് ഈസ് ഗോയിങ് ടു ഇംപ്രൂവ്. നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന ആ സിവിക് സെൻസ്, ആ ഒരു ലോ ആൻഡ് ഓർഡറിലുള്ള നോളേജ്, ഇതെല്ലാം നിങ്ങളുടെ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. മക്കളെല്ലാം ഈ 10th കഴിഞ്ഞ് +2 പോകുമ്പോഴേക്കും ഒരു എംപവേർഡ് സിറ്റിസൺ, അതിലുപരി ഒരു എഡ്യൂക്കേറ്റഡ് ചിൽഡ്രൻ എന്ന് മാറി നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നതിന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും നേതാക്കളും ആയിട്ട് മാറ്റി എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ വേറൊരു പ്രധാന ലക്ഷ്യം ബിൽഡിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ പോലീസ് ആൻഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു പ്രധാന ആശയമാണ്. അതാണ് ഈ പ്രോഗ്രാമിന്റെ കാതലായിട്ടുള്ള ആശയം. ജനങ്ങളും പോലീസും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് കമ്മ്യൂണിറ്റിയിൽ എല്ലായിടത്തും ഉണ്ട്. ആ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ലാണ്ടാക്കുകയും ജനങ്ങളെ പോലീസിലോട്ടും പോലീസിനെ ജനങ്ങളോട്ടും എത്തിക്കുന്ന ഒരു പ്രൈമറി മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് SPC കേഡറ്റ്സിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ, നാട്ടിലെത്തുമ്പോൾ, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, സമുദായത്തിൽ എല്ലായിടത്തും പോലീസ് റിലേറ്റഡ് എന്ത് മാറ്റേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ റിപ്പോർട്ട് ചെയ്യുന്ന മാറ്റേഴ്സിലും കർശനമായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രോപ്പറായിട്ട് അറിയിക്കുകയാണ്. SPC കേഡറ്റ്സ് തരുന്ന ഓരോ പെറ്റീഷൻസും, SPC കേഡറ്റ്സ് തരുന്ന ഓരോ ഇൻപുട്സും, SPC കേഡറ്റ്സ് തരുന്ന ഓരോ ഇൻഫർമേഷൻസും ഇമ്പോർട്ടൻസ് നൽകി അതിലുള്ള പ്രോപ്പറായിട്ടുള്ള എൻക്വയറി നടത്തി ആക്ഷൻസ് എടുക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇവിടുത്തെ ട്രെയിനിങ് ഓഫീസേഴ്സിന് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ എന്തുകൊണ്ടും PT അസോസിയേഷൻസ് സഹായം ഉണ്ടായിരിക്കും, പഞ്ചായത്തിന് സഹായം ഉണ്ടായിരിക്കും, മെമ്പേഴ്സിന് സഹായം ഉണ്ടായിരിക്കും, പേരൻസിന് സഹായം ഉണ്ടായിരിക്കും, ഇവിടെ നിങ്ങൾ ട്രെയിൻ ചെയ്ത പോലീസിന് സഹായം ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. പരേഡിലെ 1-2 ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വെരി കോമൺ. നിങ്ങളാരും പേടിക്കണ്ട. ഞങ്ങളുടെ പരേഡ് നടക്കുന്ന ടൈമിൽ 5, 6, 7, 8 പേരൊക്കെ വീഴാതെ ഇതിൽ ഒരു 1 മിനിറ്റുള്ളൂ. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് എൻ്റയർ ടീം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഇന്നത്തെ ഈ പരേഡ് നേതൃത്വം നൽകിയ കമാൻഡറിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ബാൻഡിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും 4ാമത്തെ പ്ലാറ്റൂണിന്റെയും 1ാമത്തെ പ്ലാറ്റൂണിന്റെയും 7ാമത്തെ പ്ലാറ്റൂണിന്റെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഈ പരേഡിന്റെ കമാൻഡറായ കുമാരി ഗിരിനന്ദയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Attention! 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 7ാം നമ്പർ പ്ലറ്റൂൺ മുഹമ്മദ് അദ്നാൻ. Attention! 8ാം നമ്പർ പ്ലറ്റൂൺ ലീഡർ കുമാരി കീർത്തന MM. Parade! Attention! ഇന്നത്തെ പരേഡിന് അകമ്പടി താളം നൽകിയ പച്ചസ് ഹൈസ്കൂളിലെ ബാൻഡ് ടീം ലീഡർ കുമാരി ദേവസൂര്യ PK. Parade! Attention! Prize winners, rejoin your platoon. കണ്ണൂർ സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ടിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകിയ
റിട്ടയർഡ് SI വിനോദൻ അവർകളെ ശ്രീ KS ഷെൻഷാ IPS അവർകളിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Parade! Attention! ജിതിൻ V DI പാതിരാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ അവർ Parade! Attention! ജോബിൻ K GI സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവർകളെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Parade! Attention! ശ്രീമതി ഷിജില P WDI സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവർകളെ Parade! Attention! Parade! Standard team! ശ്രീ മിഥുൻലാൽ KM DI സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Attention! Parade! Standard team! ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പാതിരിയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി രജനി അതിയടത്ത് അവർകളെ ശ്രീ KS ഷെൻഷാ IPS അവർകളിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. Parade! Attention! സർവീസിൽ നിന്നും വിരമിക്കുന്ന മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ബാബു ജനാർദ്ദനൻ അവർകളെ Attention! അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട തലശ്ശേരി ASP ശ്രീ ഷഹൻഷാ IPS അവർകളെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിനായി 4 പ്രധാനാധ്യാപകരെയും ക്ഷണിക്കുന്നു. Man ready! Man salute! London salute!
പരേഡ് മാർച്ച് ഔട്ട് ചെയ്യുന്നതിനായി വിശിഷ്ടാതിഥിയോട് അനുവാദം ചോദിക്കുന്നു. Attention! Parade is over, sir. To IC, carry on. പരേഡ് കമാൻഡർ സെക്കൻഡ് ഇൻ കമാൻഡർക്ക് ചാർജ് കൈമാറുന്നു. Parade! Inverse, sir. Parade will be up. By the center, left and right waist. Quick march. പ്രിയപ്പെട്ടവരെ, ഈ പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ KS ഷെഹൻഷാ IPS അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വിശിഷ്ട വ്യക്തികൾ, കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങി എല്ലാ സുമനസ്സുകൾക്കും പാതരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിന്റെയും SPC യൂണിറ്റുകളുടെയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ട് ജില്ലാ നോഡൽ ഓഫീസിന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.